ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ക്ലൈംബ് വിത്ത് ഹാമർ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. നമ്മൾ ക്ലൈംബ് വിത്ത് ഹാമർ എന്ന് പറയുന്നത് നമുക്ക് അന്നതേ കക്കൂസ് എറിയുന്നൊരു ബ്രഷും നമ്മളാ ഒരു കക്കൂസ് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ അതെങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതിലിങ്ങനെ പിടിച്ച് കയറി പോകണം. ഇതാണ് ഗെയിം. ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അത് കാരണം ഇച്ചിരി സിമ്പിളായിട്ടുണ്ട്. കൊള്ളാം. നമ്മളിതൊക്കെ എപ്പോഴും പണ്ടേ പോയല്ലേ. അയ്യോ, നമ്മളൊക്കെ പണ്ടേ മ്യൂസിക് ആയിരുന്നല്ലോ. അയ്യോ, ഇത് മടുപ്പായല്ലോ മ്യൂസിക് ഇല്ലെങ്കിൽ. നമ്മൾ കക്കൂസിൻ്റെ അതാണല്ലോ ബൈ ദ വേ ഇരിക്കുന്നത്. അയ്യാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഭയങ്കര പാടെ ഇത് കൺട്രോൾ ചെയ്യാൻ. ഞാൻ ഫസ്റ്റ് ലെവൽ കളിക്കാൻ പറ്റും, പിന്നെ ഞാൻ ഇത് കളിക്കും. എന്താ വേണ്ടി ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര പാടായി. എൻ്റെ മ്യൂസിക് മാത്രം ഓഫ് ആവുന്നില്ലല്ലോ. എൻ്റെ മ്യൂസിക് ഓഫ് ആവുന്നില്ല ഗൈസ്. അയ്യാ, തേഞ്ഞ് ചത്ത്. നമ്മൾ ആദ്യമായിട്ട് ഈ കളി തോറ്റു. ഏതോ ഈ ഗെയിമിൻ്റെ പേരാണ് ക്ലൈംബ് വിത്ത് ഹാമർ. അയ്യോ, ഇതെന്താണ് ഗൈസ്? നമ്മുടെ ആള് ഇവരുടെ ഈ മ്യൂസിക് ഞാൻ ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ മ്യൂസിക് ഒന്ന് ഓഫ് ആക്കാൻ നോക്കാം. ഫൈനലി ഞാൻ വീണ് വന്നിരിക്കണം. നമ്മുടെ ഗെയിം ഇവിടെ ലോഡാവുന്നുണ്ട്. എനിക്ക് ഈ ഗെയിം അത്രയ്ക്ക് പിടിക്കില്ല. ഞാൻ ഇപ്പോൾ ഹാർഡ് മോഡ് അയച്ചിട്ടിരിക്കുന്നത്. ഇപ്പം മ്യൂസിക് ഇച്ചിരി കുറച്ചിട്ടേ. അയ്യാ ഗായ്സ്, ഇത് ഭയങ്കര സീനാണ്. അയ്യോ, അല്ല അത് ഞാനങ്ങനെ അതെങ്ങനെ കംപ്ലീറ്റ് ആക്കണേ? അയ്യാ, അല്ല ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കി ഞാൻ പറഞ്ഞു പൈത പോയി. ഇവർക്കൊക്കെ ഒരു മനസാക്ഷി ഇല്ലേ? ദേണ്ട നടക്കുന്നു. ലോൽ തേഞ്ഞ്. അത്രയ്ക്ക് ലോങ് എനിക്ക് പോവണ്ട. കാട്ട് പോട്ടെ. കക്കൂസി കയറി എഴുതണ്ട അവൻ്റെ. അയ്യാ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റടി. നമ്മുടെ താളി ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ പി ശശി. എന്നാ തേങ്ങയാണ് എന്തോ. നമ്മുടെ അടുത്താണ് ഗൈസ് കളി അവളുടെ. ഇപ്പം മനസ്സിലായി. എൻ്റെ വടി കുടുങ്ങിയടാ അവളാ. ഈ ഗെയിം ഫുള്ള് ഗ്ലിച്ചാണല്ലോ ഗൈസ്. ഈ ഗെയിം ഫുൾ ഓഫ് ഗ്ലിച്ചാണ്. എനിക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ദേണ്ട കിടക്കുന്നു. നമ്മളോടാളി അവനല്ല, അവൻ്റെ ആരും അന്നും ശ്രമിച്ചാൽ പോലും നമ്മളൊരു ചുക്കം ചെയ്യത്തില്ല. ഇതെന്ത് കഷ്ടമാണ്, ഇത് കളിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാട്. എന്നാതെ എനിക്ക് തോന്നി അടി വല്ലതും കാണുമെന്ന്. ഒന്നും നോക്കുന്നില്ല, വെറുതെ അങ്ങോട്ട് വെച്ച് വിടുക. അയ്യാ, ഇത് ഇച്ചിരി പാടാ. ഇത് ഭയങ്കര പാട് ഗൈസ്. കുടുങ്ങിയേ തേഞ്ഞ്. ഇനി ആദ്യം തൊട്ട് വരണം. തേഞ്ഞ് പഴം. അയ്യോ, ഇനി വീണ്ടും ഇവിടെ തൊട്ട് കളിക്കണം. തേഞ്ഞല്ലോ അമ്പാനെ. അത്രയും കഷ്ടപ്പെട്ട് കയറിയല്ലേ ഗൈസ്. ഇതിനൊരു അന്ത്യം ഇല്ലേ? ഞാൻ നിർത്തി മിക്കവാറും ഈ കളി. എത്രയെന്ന് വെച്ചാൽ ഒരു റൗണ്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും പരമതേ കിടക്കുന്നു.
ഇതെങ്ങനെയാടാ? അയ്യോ നിങ്ങൾ കാണുന്ന പോലെ അല്ലേ കളിക്കുമ്പോൾ എനിക്ക് ഇവിടെ ചൊറിഞ്ഞ് കയറിയിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. എൻ്റെ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊണ്ട് ഒരു കക്കൂസിലൊരു ക്യാരക്ടർ അവൻ്റെ ഒരു പിന്നാക്കും. എന്ത് ഞാനൊന്നും പറയുന്നില്ല. കുന്തം കളിച്ചിട്ട് തന്നെ കളി കയറുന്നു. നിങ്ങൾ കളിച്ച് നോക്കും. ഗെയിമിൻ്റെ പേര് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഗെറ്റിംഗ് ഓവർ ദ ഡേണ്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാണ് ഗെയിമിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിളിൽ പോയി അടിച്ചാൽ കിട്ടുന്നത് നിങ്ങൾക്ക്. അല്ല ഗൂഗിളൊന്ന് പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചാൽ മതി കിട്ടും. എന്ത് പിണ്ണാക്കാടാ നീ കിടന്ന് കാണിക്കുന്ന കാട്ട്. കളി ഇറങ്ങി. ഗെയിം ഉണ്ടാക്കിയാൽ പോയി തല്ലിക്കൊല്ലാൻ തോന്നുന്നു. ഞാനൊന്ന് എത്തട്ട് അവിടം വരെ. ഞാനങ്ങനെ വീണ്ടും എത്തിരിക്കണം. അയ്യോ ദേ കഴിഞ്ഞ്. ഇങ്ങനെ വെക്കുക. എന്ത് ഗ്ലിച്ചാണ് ഗൈസ്. അത്രേ ഉള്ളു. കയറ് കയറ്. നീയൊക്കെ പി പവനായിനോട് കളിക്കാം. തേങ്ങ എനിക്ക് എവിടെ എൻ്റെ BP ലെവൽ മിക്കവാറും പ്രഷർ കൂടി ഞാൻ ഇവിടെ കിടക്കും. തേങ്ങ കൊല വീണ്ടും തുടങ്ങി. വീഡിയോ എടുക്കാൻ തുടങ്ങി വീണ്ടും തുടങ്ങി. ഞാനിച്ചിരി ഈസി ആക്കിയിട്ട് വരാം. ഇത് ഭയങ്കര പാട് ഗൈസ്. ഞാനങ്ങനെ ഫൈനലി വീണ്ടും വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഇച്ചിരി മീഡിയം ഇട്ടിരിക്കുന്ന. മറ്റേത് ഭയങ്കര ഹാർഡായിരുന്നു. അയ്യോ ഹാർഡായാലും മീഡിയം ആയാലും നമ്മൾക്ക് എന്താ. അയ്യോ നമ്മൾ ചാവെന്ന് പറഞ്ഞാൽ ചത്തിരിക്കും. ഐ മീൻ കളി ജയിച്ചിരിക്കും. കയറുക കയറുക കയറുക. പിടി അത്ര പിടിയടാ പിടിയടാ. ഇനി അപ്പുറത്തെ മരത്തിൽ പിടിക്കണം. ഇത് കൊള്ളാം. ഇതാകുമ്പോൾ ഇച്ചിരി ഈസി ആയിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇതാണ് എനിക്ക് ഇച്ചിരി കൂടി പിടിച്ചത്. മറ്റേ എന്തായിരുന്നു തുള്ളിവരം കയറാൻ പറ്റുന്നില്ലായിരുന്നു. കുന്തോ തേങ്ങ അടുത്ത തേങ്ങ. ഈ ഫസ്റ്റ് എൻ്റെ ഈ ജോയിസ്റ്റിക്കാണ് തേങ്ങ മാറ്റേണ്ട. ഇതെന്നാണ് ഈ തേങ്ങ? ഇതെന്നാ ചുണ്ട്? ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരുന്നില്ല പണിയാ. ഫൈനലി നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്യും. ഫിനിഷ് ചെയ്യാറായോ? അത് ഫിനിഷ് ചെയ്യാറായില്ലേ? എന്ത് തേങ്ങയാണ് എന്തോ. ഫൈനലി അയ്യോ നിങ്ങൾ ഇതൊന്ന് കളിച്ചോ. അപ്പഴേ നിങ്ങൾക്ക് എൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ. ഗെറ്റിംഗ് ഓവർ ഇറ്റ് വിത്ത് ഹാമർ. എന്ന് പറഞ്ഞിട്ട് ഈ കക്കൂസ് ചെയ്യുന്നൊരു ബ്രഷ് എടുത്തതാണ് എൻ്റെ എണ്ണി. ഒരു കക്കൂസി കയറ്റി തന്നെ ഇരുത്തുകയും ചെയ്താൽ കേട്ടോ എൻ്റെ വാചപടി. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇതിൻ്റെ തുടക്കം നമുക്ക് കുറേ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഗെയിം ഫുള്ള് ഗ്ലിച്ചായി. ഞാൻ ആദ്യം കൊടുത്തത് ഗെറ്റിംഗ് ഓവർ വിത്ത് ഹാമർ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ കൊണ്ട് അത് തന്നെ കയറ് 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 കയറ്. ഇത് വൈ എന്ത് കിണ്ടിയായത് അത്ര ഉള്ളു. ഇനിയൊരു പണി കാണിച്ചാലോ. വെറുതെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെയായി? വെറുതെ കറക്കാൻ ഉദ്ദേശിച്ചത് പിടിച്ച് കയറുക. ഫൈനലി നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ഇത്തിരി ടാസ്ക്കാണ്. തേങ്ങ നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. നമ്മുടെ കിടക്കുന്നു പറഞ്ഞ കണക്കെടുത്തില്ല. പഴം ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. വേറെ ഈ ഗെയിം ഉണ്ടാക്കിയാണോ ഫസ്റ്റ് തല്ലിക്കൊല്ലേ. ഞാൻ ഈ വെറുതെ പ്ലേ സ്റ്റോർ എടുത്ത് നോക്കിയത്. അപ്പഴേ കിടക്കുന്നു. ഞാൻ വേറൊരു ഗെയിമാണ് ഉദ്ദേശിച്ചത്. ഇത് തന്നെ പക്ഷെ വേറൊരെണ്ണം ഉണ്ടല്ലോ മറ്റേ ഹാമർ വെച്ച് കല്ലൊക്കെ കയറി പോകുന്നത്. ഞാൻ അതാണെന്നും പറഞ്ഞെടുത്തത്. പക്ഷേ ഇത് എടുത്തപ്പോഴാണ് മനസ്സിലായി ഇത് ഒരു പട്ടിക്കാട്ടൻ ഗെയിമാണ്. കിടക്കുന്നു. ഗ്രാഫിക്സും കൊള്ളത്തില്ല.
ഞാൻ ഈ ഗെയിമിന് വെറും ഔട്ട് ഓഫ് 5 വെറും ഒരു റേറ്റിംഗ് അല്ല ഞാൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 5 1. നിങ്ങൾ എത്ര റേറ്റിംഗ് കൊടുക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഈ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ലൈക്ക് എപ്പോൾ ഒപ്പിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ട്രൈ ചെയ്ത് നോക്ക്. ഒരു 5 ലൈക്ക് ഈ വീഡിയോ കിട്ടണം, നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ദ വൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മലകയറുന്ന നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് ഒരു സബ്സ്ക്രൈബ്, ഒരു 5 പേരാണ് 5 പേര് സബ്സ്ക്രൈബ് ആണെങ്കിൽ 5 സബ്സ്ക്രൈബ് കിട്ടത്തില്ലേ? നിങ്ങൾ എന്തുവാണ്, നിങ്ങൾ വീഡിയോ ആണെന്ന് ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾക്കൊക്കെ ഒരു മനസാക്ഷി ഉണ്ടോ? വീഡിയോ ആണെന്ന് 20% പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ബാക്കി 80% പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 20 അല്ല, ഒരു 8% പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. അതേ കിടക്കുന്നു. നിങ്ങൾ എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ദുഷ്ടന്മാരാണ് ഗൈസ്. നിങ്ങൾ ദുഷ്ടന്മാരാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. തെങ്ങി കുന്തം. ഇത് മിക്കവാറും ഞാൻ ഇവരെ ഗെയിമിൻ്റെ ആൾക്കാരെ പോയി തല്ലിക്കൊല്ലിങ്ങായിരുന്നു. കയറ് മച്ചാ, ദേ കിടക്കുന്നു, കയറ. ദേ പോലി 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 ദേ മച്ചേ തേഞ്ഞ്. എന്ത് ഇന്ത്യയാണെന്ന് ഓർക്കണം. അത്രയും ഇരുന്ന് ഉണ്ടാക്കി വെച്ചത് അവൻ്റെ ഒരു മാങ്ങാത്തൊലി പിടിച്ചൊരു ഗ്രിപ്പില്ലായ്മയും കൊണ്ട് വന്നിരിക്കുന്നു അവൻ്റെ കിണ്ടി. നിനക്കൊരു നിൻ്റെ ഇത് കക്കൂസേന്ന് പ്രശ്നം ഗ്രിപ്പ് പോലും ഇല്ലടാ. ഈ സാധനമല്ല നമ്മുടെ ഇരിക്കുന്നത്. എങ്ങനെയാ പിന്നെ ഒരു കക്കൂസേന്ന് പ്രശ്നം നമ്മളെ കൊണ്ട് തന്നിരിക്കുന്നത് അവൻ്റെ കിണ്ടി. ദേ കിടക്കുന്നു. നിങ്ങളിത് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇറിറ്റേറ്റാണ് ഗൈസ്. ഞാൻ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകും. എനിക്ക് തല വരുത്തി കയറും ഇത് കളിച്ചിട്ട്. ഗെയിമുള്ള പക്ഷേ കളിച്ചിട്ട് എന്തോ ആണ്. ഞാൻ നിർത്തി നിൽക്കുമോ? ഇത് ഒരു 3 പ്രാവശ്യം കൂടി കളിച്ചിട്ട് എനിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ നിർത്തും. 1 പോയി 2 ലാസ്റ്റ് ട്രൈ. അല്ലേ വേണ്ട, നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് നിർത്താം. എനിക്ക് ഈഗോ എന്നെ ഈഗോ അടിപ്പിച്ച അവന്മാർ. എൻ്റെ ഈഗോ എന്താ ഇപ്പം അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. മാങ്ങാണ്ടി തലേന്മാർ. വീണ്ടും കിടക്കുന്നു വരാം. ഗെയിം എനിക്ക് തലവെടുത്തിട്ട് നിൽക്കാൻ വയ്യ. തലവേലെടുക്കും നന്നായിട്ട് ഗെയിം കളിക്കുമ്പോൾ. ഈ ഗെയിമിന് വേറെ ഗെയിമിനൊന്നും എനിക്ക് ഇതുവരെ ഇങ്ങനെ ഓടിയിട്ടില്ല. ഇതെന്തോ ഒരു അവൻ്റെ കിണ്ടി അങ്ങനത്തൊരു മാങ്ങാണ്ടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പതിമൂന്ന് മിനിറ്റ് ആയല്ലോ. മിക്കവാറും ഞാൻ ഇത് നിർത്തുക. അല്ല 13 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല. അതല്ല, ഈ ഗെയിം എനിക്ക് തല വരയ്ക്കുന്നു നന്നായിട്ട്. അങ്ങോട്ട് താഴെ ഇറങ്ങടാ. ഇത് ഇങ്ങനെ വെച്ച കളി തന്നെ, അത്രേ ഉള്ളൂ. ഏതാ റേഞ്ച്? അയ്യാ ഇയ്യടാ. ഫൈനലി നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ മിക്കവാറും നമ്മൾ അപ്പുറത്ത് പോയി കിടക്കും. ഫൈനലി നമ്മൾ എസ്കേപ്പ് ആയി. അടുത്ത റൗണ്ട് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ കളിക്കുന്നില്ലേ? ഒരു ട്രൈ ചെയ്ത് കൊള്ളാമല്ല. മറ്റേനെക്കാട്ടി സിമ്പിളായിരുന്നു ഗൈസ്. ഇത് കൊള്ളാമല്ലോ. ഇത് ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്ത് കൊള്ളാമല്ല ഗൈസ്. അപ്പോഴേ കഴിഞ്ഞ റൗണ്ട് ആദ്യം കൊണ്ട് ടഫ് ഉണ്ടാക്കി തന്നിട്ടോ എൻ്റെ. നമ്മളിവിടെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് നമ്മൾ തിരിച്ചു പോവുകയാണോ? അതേ അടക്കുന്നു. നമ്മൾ തിരിച്ചു പോയതാ. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഓർത്ത് അങ്ങോട്ട് പോകണമായിരിക്കുന്നു.
ഇങ്ങോട്ട് പുറത്തോട്ട് പോകാൻ വഴിയില്ല. നീ ഉണ്ടല്ലോ, ഇങ്ങനെ കയറി പോകണമല്ലേ? എനിക്കായിപ്പോൾ കാണിച്ചുതരാം. കയറി നീ കറക്കുന്ന സ്പീഡിൻ്റെ മുന്നേ നീ പോടാ. നിനക്ക് അതിനുള്ള കഴിവില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കക്കൂസിൽ പരിശും കൊണ്ട് വന്നിട്ട് അവന് കയ്യിലുള്ള കഴിവില്ല. ദേ കിടക്കുന്നു. എടാ പോടാ ഇറങ്ങി. വല്ല കക്കൂസ് കയറാൻ പോടാ കേട്ടാ കളിയാ. ബ്രഷും കൊണ്ട് മല കയറാൻ വന്നിരിക്കുന്നത് അവൻ്റെ. അപ്പം ശരി ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ പൊട്ടനെ കൊണ്ട് ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും വീഡിയോ ഉണ്ടവരൊക്കെ സബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയ്ക്ക് ഒരു 5 ലൈക്ക് ഒപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ അടുത്ത എൻ്റെ തല വരിക്കും. അതാണ് എൻ്റെ ഒരു ഇത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. ബൈ ദ വേ ലൈക്ക് ടാർഗറ്റ് 5 ആണ്. 5 ലൈക്ക് എപ്പോൾ ആവും അതിൻ്റെ അപ്പോഴത്തെ അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ അപ്ലോഡ് ആവും. അപ്പോഴത്തേക്കും ബൈ ദ വൈ. അയ്യോ അങ്ങോട്ട്. അപ്പോൾ ശരിയെന്നാ ബൈ.